തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആറാലുമൂട്ടിലെ വീട്ടിലെത്തിക്കുകയാണ്. വിപുലമായ ചടങ്ങുകളോടെ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തുമെന്നാണ് കുടുംബം പറഞ്ഞത്. സലീം മാലിക് ചേരുന്നു. സലീം, വിവാദങ്ങൾ ഇനിയും ഒഴിയുന്നില്ല. മരണകാരണം വ്യക്തമാകാൻ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലമടക്കം വരാനുണ്ട്. നിലവിൽ സംസ്കാര ചടങ്ങുകൾ, അതായത് സമാധി ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശം? നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി കുടുംബം വീട്ടിലേക്ക് എത്തിച്ച് സമാധിയിരുത്തുന്ന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറെ വിവാദമുണ്ടായിരുന്നു. തുടക്കത്തിൽ ദുരൂഹ മരണമെന്നടക്കമുള്ള ആരോപണം ഉയർന്നു. ഇതിൽ പ്രാഥമികമായി അസ്വാഭാവികതകൾ ഇല്ലെന്ന് പറയുമ്പോഴും ഫോറൻസിക് റിപ്പോർട്ടുകൾ അടക്കം ലഭിച്ചാൽ മാത്രമേ മരണകാരണത്തിൽ അന്തിമമായ തീർപ്പുണ്ടാകൂ എന്നാണ് അന്വേഷണ സംഘമടക്കം പറഞ്ഞത്. എന്തായാലും ഇതിനിടയിൽ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കുടുംബം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സമാധി ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത്. സലീം മാലിക് ചേരും. സലീം, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയോ? സുഹേൽ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം അത് ഈ ഒരു വാഹനത്തിൽ ഇരുത്തി, അതായത് ഈ ബന്ധുക്കൾ അവകാശപ്പെട്ടതുപോലെ സമാധി രൂപത്തിൽ ഇരുത്തി അതിനുശേഷം അതിൽ പുഷ്പാർച്ചന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിംസ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ വീട്ടിലേക്ക് എത്തും. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഇവർ നിശ്ചയിച്ചത് പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകളാണ് നടക്കുക. സമാധിയായി സംസ്കരിക്കും, മഹാസമാധിയായി സംസ്കരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ തന്നെ വിവിധ മഠാധിപതികളെ ഈ VSDP ഉൾപ്പെടെയുള്ള സംഘടനകളാണ് അതുമായി ബന്ധപ്പെട്ട ഈ കുടുംബത്തിനോടൊപ്പം നിന്ന് ഈ ചടങ്ങുകൾ ഏറ്റെടുത്തതും ഇങ്ങനെ ഒരു ചടങ്ങായി നടത്തും എന്ന് പറയുകയും ചെയ്തത്. ഇപ്പോൾ അത്തരത്തിൽ ഏറ്റെടുത്ത സംഘടന വിവിധ മഠാധിപതികളെ വിളിച്ചിരുന്നു. ഇവിടേക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കണമെന്ന് അറിയിച്ചിരുന്നു. അതിൽ നിന്നും എല്ലാവരും ഒന്നും ആ ക്ഷണം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വളരെ കുറച്ചു പേർ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ജാഥയിലുള്ളത്. ഒരു വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 50-ൽ താഴെ ആളുകൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങി ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ദിവസങ്ങളായി നീണ്ട ഒരു വിവാദങ്ങളും വാർത്തകളും പോലീസ് കേസ് അന്വേഷണവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അത് ഈ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ നിയമ തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് തന്നെ ഈ മൃതദേഹം ഇവർക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്ന മൃതദേഹമാണ് അവർ അവരുടെ മതാചാരപ്രകാരം സമാധിയായി ഇരുത്തുന്നത്. സമാധിയായി ഇരുത്താൻ ഈ പുറത്തു നിന്ന് ക്ഷണിക്കപ്പെട്ട 2-3 ഈ സ്വാമിമാർ ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാകും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുക. ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുമുള്ള വീട്ടിലേക്കുള്ള സ്വാഭാവിക ദൂരം 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. അതിങ്ങനെ ഈ മന്ത്രോച്ചാരണങ്ങളോടുകൂടി വീട്ടിലേക്ക് ഒരു നാമജപ യാത്രയായി കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ നാമജപങ്ങൾ ഇപ്പോൾ മുഴങ്ങുന്നില്ല. അദ്ദേഹം അവിടേക്ക് എത്തിച്ചപ്പോൾ നാമജപം മുഴക്കിയിരുന്നു. അതിന് പിന്നാലെ നാമജപം മുഴങ്ങുന്നില്ല. ഈ വാഹനം ഇങ്ങനെ ഗോപൻ സ്വാമിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇങ്ങനെ മുൻപിലേക്ക് നീങ്ങുകയാണ്. അതിന് മുകളിൽ കുറച്ച് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിച്ച ആൾക്കൂട്ടം ഇതുവരെയും ഈ ജാഥയെ അനുഗമിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു വലിയ മഹാസമാധി എന്ന നിലയിൽ തന്നെ അവരുടെ മതാചാര പ്രകാരം തന്നെ ആ ചടങ്ങുകൾ നടത്തും എന്നുള്ള ഇങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. സമാധി ചടങ്ങുകൾ നടത്തുമെന്നാണ് കുടുംബം പറയുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നു. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശം നൽകി.